നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യ തലസ്ഥാനത്തെ നടുക്കി ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് സ്ഫോടനമുണ്ടായി. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനു പിന്നിലുള്ള പ്രതികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സ്ഫോടനത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് സൂചന കിട്ടിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സുഹൃത്തായ ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണോ ഈ ഒരു സ്ഫോടനം എന്ന സംശയവും ശക്തമാകുന്നുണ്ട്. ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിലുള്ള പ്രതികളെ കണ്ടെത്താൻ ഡൽഹി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഭീകരാക്രമണ സംശയം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എംബസിക്കും ജൂത സ്ഥാപനങ്ങൾക്കും അടക്കമാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പൗരന്മാർ, അതായത് ഇന്ത്യയിലുള്ള ഇസ്രായേൽ പൗരന്മാർ മോളുകൾ, മാർക്കറ്റുകൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം ഇതാദ്യമല്ല. 2 വർഷം മുമ്പ് ഇസ്രായേൽ എംബസിക്ക് സമീപം IED സ്ഫോടനം നടത്തിയിരുന്നു. 3 കാറുകളുടെ ചില്ലുകൾ തകർന്നിരുന്നു. 2012 കാർ ബോംബ് പൊട്ടി ഇസ്രായേൽ നയതന്ത്രജ്ഞന്റെ ഭാര്യ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. എന്നാലും ചൊവ്വാഴ്ച ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതനുസരിച്ച് 2 പേർ സംശയനിഴലിലാണ്. പക്ഷേ അവർ പ്രതികളാണോ, ഈ ഒരു സംഭവവുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് അതുവഴി പോയ 2 യുവാക്കളുടെ ദൃശ്യങ്ങളാണ് പരിസരത്തെ CCTVയിൽ കണ്ടത്. ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഇസ്രായേലിനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുന്ന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കത്ത് സ്ഫോടന സ്ഥലത്ത് നിന്നും കിട്ടുകയുണ്ടായി. ഇസ്രായേലി അംബാസിഡറുടെ കത്തിൽ പാലസ്തീൻ, ഗാസ, സയോണിസ്റ്റ് എന്നീ വാക്കുകളും സർ അള്ള റെസിസ്റ്റൻസ് എന്ന സംഘടനയുടെ പേരുമുണ്ട്. കത്ത് ഫോറൻസിക് പരിശോധനയിലാണ്. അതേസമയം ഗാസ യുദ്ധത്തിനോടനുബന്ധിച്ച് ഇസ്രായേലിനോടുള്ള വിരോധം വ്യാപകമാകുന്നുണ്ട്. ഇതുപോലെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനമെന്നാണ് നിഗമനം. യമൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. സിറിയയിലെ ഇറാൻ ജനറൽ സെയ്ദ് റാസി മൗസവി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ചാണക്യപുരിയിലെ അതിസുരക്ഷാ മേഖലയിലെ സ്ഫോടനമുണ്ടായത്. ഗുജറാത്ത് തീരക്കടലിൽ ഇസ്രായേൽ കപ്പലും ചെങ്കടലിൽ ഇന്ത്യൻ കപ്പലും ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. പിന്നാലെ നടന്ന സ്ഫോടനം ഇന്ത്യൻ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.